Hello guys, welcome back to Anil's World. പുതിയ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷങ്ങളായിട്ടൊന്നും ഒന്നുമില്ല. ഷോപ്പൊക്കെ ആയിട്ട് പോകണം. പിന്നെ വിഷു ഒക്കെ വരുന്നുണ്ട്. എന്റെ നാട്ടിലോട്ടൊക്കെ നമുക്കൊന്ന് പോകണം. നമ്മൾ ആദ്യമായിട്ട് വിഷു ഇവിടെ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാനുള്ള ഒരു പ്ലാനാണ്. കഴിഞ്ഞ എല്ലാ വിഷുവും ചിന്റെ അവിടെ ഇല്ലേ? വിഷുവിടെ ആഘോഷമുണ്ട്. ഇവിടെ വിഷു ഒന്നും അധികം ഇല്ല. അതായത് വിഷുണ്ട്, കണിക്കൊന്നുണ്ട്, കണിയുണ്ട്, കെണിയുണ്ട്. അത് നമ്മളവിടുത്തെ പോലെ ഇല്ല. ഇവിടെ ഇവർക്ക് ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണൊക്കെ ഭയങ്കര ആഘോഷമായിട്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുകാരെന്ന് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു. അല്ലേട്ടാ, എല്ലാരും ആഘോഷിക്കും. ഞാൻ വീട്ടില് അങ്ങനെ ആഘോഷിക്കാറില്ല വിഷു. ഇവിടെ നമ്മളില്ല, നമ്മളും കണിയൊക്കെ വയ്ക്കും, പടക്കം പൊട്ടിക്കണം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. പടക്കം വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ പമ്പൊക്കെ അല്ലേ പൊട്ടിക്കേ പ്രാവശ്യം. നമ്മൾ എന്ത് വന്നാലും പടക്കം, നമ്മുടെ പനികാരന് പടക്കം പൊട്ടിക്കും, ക്രിസ്മസിന് പൊട്ടിക്കും, ദീപാവലിക്ക് പൊട്ടിക്കും. ഇവരവിടെ ദീപാവലിക്ക് പൊട്ടിക്കും. ദീപാവലിക്ക് മറ്റേ ദീപം കത്തിച്ച് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളാണ് ആഘോഷിക്കുന്നത്. അതിപ്പോ രണ്ട് നാട്ടുകാരെ നമ്മൾ കുറ്റം പറയാന്ന് പറഞ്ഞിട്ട് നേരത്തെ അടി വരുമോ? ഞാൻ വീട്ടിൽ നിന്നാണ് പറഞ്ഞത്, വീട്ടില്. പിന്നെ അങ്ങനെയല്ലേ ഇപ്രാവശ്യം ചിന്നു ഇങ്ങനെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു ഇത് തുടങ്ങി, പോണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ പോയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇനിയിപ്പോ അടുത്ത മാസം ചിന്ന നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് അടുത്ത മാസം ഫസ്റ്റ് വീക്ക്. ഓ, അപ്പോഴും ക്യാൻസൽ. അയ്യോ, അടുപ്പിച്ച് രണ്ട് യാത്ര. ഇല്ല, ഞാൻ ഇപ്പൊ പോവാടി പിള്ളേരെ അവിടെ ആക്കാം, ആ ഒരു ഇതിലാണ് പറഞ്ഞത്. എന്തിന് അവരോട് നിൽക്കട്ടെ. പിന്നെ നമ്മള് കഴിഞ്ഞ നമ്മൾ എത്ര പ്രാവശ്യം, 3 വർഷമായിട്ട് പോയി. മൂന്നാണ് പോയിട്ടുണ്ട്. പിന്നെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട്, അമ്മൂമ്മയുടെ നാട്, നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തത്, ക്ഷേത്രത്തിലെ ഉത്സവം. വീഡിയോ എടുത്തിട്ടില്ല. എപ്പോഴും അവിടത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരുപാട് ഓർമ്മകൾ മൊമെന്റ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ബൈക്കിലാണ് പോയത്. രണ്ട് ഗുണ്ടകൾ വാവൂസിന് നഴ്സറി അവധിയല്ല, അവരെ പുതിയ നഴ്സറി ഒക്കെ ഉദ്ഘാടനമായിരുന്നു. അപ്പൊ ഇന്ന് സാധനങ്ങളൊക്കെ എന്തോ ഷിഫ്റ്റ് ചെയ്യണ ഇന്നില്ല, അങ്ങനെ അപ്പൊ അവിടെ പോണം. അപ്പൊ അടുത്ത മാസം അപ്പൊ അടുപ്പിച്ച് വീണ്ടും യാത്ര എന്തിനെന്ന് വിചാരിച്ചു അതിന് പോവാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഉള്ളത്. പിന്നെ ചിന്നുവിന് എല്ലാവരും ഏകദേശം ഒരു മാസം അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ വന്നേ ഉള്ളൂ. ഈ ഭാര്യമാർക്ക് എപ്പോഴും സ്വന്തം വീട്ടിൽ പോണേണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. എപ്പോഴും ഞാൻ പറഞ്ഞു ചിന്നുവിന്റെ അടുത്ത് എന്തായാലും പോണെങ്കിൽ ചിന്നു അങ്ങനെ അതിന്റെ യാത്രയുടെ പ്രിപ്പറേഷനിലാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ നാടൊക്കെ മിസ് ചെയ്യും. അയ്യോ, പിന്നെ അങ്ങനെ വിഷു വരുന്നു. പിന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്താണ്, പക്ഷെ സമയമില്ല, അതാണ്. പിന്നെ ഒരുപാട് പേരുടെ ഒരു ഇതായിരുന്നു, അഞ്ജുവിന്റെ വീട് പെയിന്റ് ചെയ്യണമെന്ന്. അഞ്ജുവിന്റെ വീട് പെയിന്റിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളല്ല, അതായത് ഞാൻ ഇടയ്ക്ക് മാമനൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അവളിപ്പോ വീഡിയോ ഒന്നും ഇല്ല, 12 വർഷങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. ഇല്ല, അവര് തുടങ്ങിയിട്ട് പെയിന്റ് അടിക്കുന്നത് ആ വീട് വെച്ചിട്ട് എത്ര വർഷമായി. അങ്ങനെ അഞ്ജു അതിന്റെ പരിപാടിയൊക്കെ. പിന്നെ അവളെ പുതിയ നഴ്സറി ഉദ്ഘാടനമായിരുന്നു. അത് സ്മാർട്ട്, ഇത് ഹൈടെക്. വാവൂസിന്റെ ഹൈടെക്. വാവൂസിന്റെ ഇടയ്ക്ക് ചിന്നു കാണിച്ചിരുന്നു. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിന്റെ വർക്ക്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ വീഡിയോയുടെ കേസായിരിക്കും പലർക്കും. പിന്നെ എന്താ പറയാ, ഒരു ചെയ്യാനുള്ളൊരു സമയമില്ല ഒന്നാമത്. പിന്നെ കണ്ടന്റ് അതനുസരിച്ച് ഇന്ന് ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തിടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷോപ്പില് ചെറിയ പ്രിപ്പറേഷൻസ് സംഭവങ്ങളൊക്കെ എടുത്തിടുന്നു. പിന്നെ രാവിലെ ഇറങ്ങി രാത്രി കയറി. ഇതിനിടയ്ക്ക് ഒരു ഞായറാഴ്ച ഞാൻ പിന്നെ ഫ്രീ ആയി. കൂട്ടുകാരൻ്റെ അവിടെ ഞാൻ അന്ന് മീൻ പിടിക്കാൻ പോയ സന്തോഷിന്റെ അവിടെ പോയിരുന്നു. അവിടെ ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു. അതെല്ലാം അവന്റെ ബർത്ത്ഡേയും പിന്നെ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് കുറെ അങ്ങനെ അവിടെ ആയിരുന്നു. അപ്പൊ ഞാൻ അന്ന് മീൻ പിടിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് അന്ന് വീഞ്ഞ് കിടന്നത്. അയ്യോ,
കടലിൽ പോയത്. ബോട്ടില് കടലിൽ ഇപ്പോഴും പോകാൻ വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പോകാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് വന്നത്തോടെ എനിക്ക് പേടി. വാള് വെച്ചൊക്കെ ആണെങ്കിൽ ഒന്ന് വൊമിറ്റ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. ആദ്യമായിട്ട് പോണ ആൾക്കാർ അവരെയൊക്കെ സമ്മതിക്കുന്നത് വെയിലും ചൂടിനിടയ്ക്കൊക്കെ ഒന്ന്. പിന്നെ അങ്ങനെയൊക്കെ ലൈഫ് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണം. പിന്നെ ആ ഒരു ഒന്ന് ലൈവ് ആവാനുള്ള ഒരു സ്റ്റാർട്ടിങ്. പിന്നെ നല്ല എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. പണ്ടത്തെ ആ ഒരു ഉഷാർ അനുവേട്ടന് കിട്ടുന്നില്ല എന്നാണ് പറച്ചിൽ. ചിന്നുവിന് നല്ല ഉഷാറാണ്. അവന് ചിന്നു തകർത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഞാൻ എനിക്ക് സമയം വേണ്ടി വീഡിയോ എടുത്തിട്ടിരിക്കും. ഞാൻ പിന്നെ ഞാൻ അങ്ങ് ഇതാക്കും. പിന്നെ ഷോർട്സ് കുറെ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചിന്നുന്റെ സ്റ്റിച്ചിങ് വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അവിടെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടേക്ക് വന്നു. നമുക്കൊരു സ്കൂൾ യൂണിഫോമിന്റെ വർക്കാണ് വന്നത്. രതീഷുണ്ട്, അതൊക്കെ നോക്കുന്നു. പിന്നെ പുറത്തുനിന്ന് ഒരു ചേട്ടനുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചേട്ടനുണ്ട്. പുള്ളിയൊക്കെ ആയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ വേറെന്താണ്? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പിന്നെ ഇപ്പൊ വെക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഷോപ്പിൽ കുറെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മള് ചിന്നു വീഡിയോ എടുത്ത്. ചിന്നുവാണ് ഇപ്പൊ എന്റെ ബ്രാൻഡ് അംബാസിഡർ. പുതിയ ഓഫർ ബൈ വൺ ഗെറ്റ് വൺ വെക്കേഷൻ. പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് 2 ദിവസം മുന്നേ തന്നെ പയ്യന്മാരൊക്കെ ചെറിയ പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർക്കും ചെറിയൊരു ഓഫർ എന്തെങ്കിലും നമ്മൾ കൊടുക്കാന്ന് വിചാരിച്ചു. വൈകാതെ വെക്കേഷൻ ഓഫറുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ വരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അവരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്തതിന്. എല്ലാം കൊണ്ട് ഒരു സമയമില്ല. പക്ഷെ അതൊരു റീസൺ ആണ്, സമയമില്ല. എന്തായാലും ശരിയാവും അല്ലേ ചിന്നു? ശരിയാക്കണം. ചിന്നു വരും, എല്ലാം ശരിയാവും. പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു. സ്പെഷ്യലായിട്ട് വിശേഷം എല്ലാം ആങ്കറാണ്. പിന്നെ അല്ലേട്ടൊക്കെ കുരിശുമല വീഡിയോസ് ഒക്കെ കാണേണ്ടവരൊക്കെ പോകും. നമ്മുടെ നാട്ടിലുള്ള ഒരു കുരിശുമല, തെക്കൻ കുരിശുമല വെള്ളറടയാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ അല്ലേണ്ട ചാനലിലുണ്ട്. അവിടുത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഞാനും മുമ്പ് 1-2 തവണ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ചിന്ന കുരിശന്റെ കൂടെ ഒക്കെ എന്തോ പ്രാവശ്യം നടക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പം ഇനി വേറൊരു ഇത് പറഞ്ഞ ഈസ്റ്റർ വരുന്നുണ്ട്. ഈ ആഴ്ച അല്ലാണോ ഈസ്റ്റർ? അടുത്ത ആഴ്ച അല്ലേ? വെള്ളിയാഴ്ച 11-ാം തീയതി. അങ്ങനെ 11-ാം തീയതി അല്ല, അടുത്ത ആഴ്ച. അതായത് വെള്ളിയാഴ്ച 18-ാം തീയതിയാണ് ഈസ്റ്റർ വരുന്നത്. ഈസ്റ്ററൊക്കെ വീട്ടിൽ ചെറിയ പരിപാടികളൊക്കെ ഉള്ളതാണ്. ഇപ്രാവശ്യം പ്ലാൻ ചെയ്തില്ല ഈസ്റ്റർ ആഘോഷമൊക്കെ. പിന്നെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്. അച്ഛന് കണ്ണ് ചെറിയ ബുദ്ധിമുട്ടായിട്ട് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞു. കണ്ണിന് കാഴ്ചക്കുറവ്, തിമിരത്തിന്റെ ആ സർജറിയാണ് കഴിഞ്ഞത്. അത് വേറെ പ്രശ്നമില്ല. ചെയ്തതാണ്. പിന്നെ ഒരു കണ്ണ് ചെയ്യട്ടെ, 2 കണ്ണും ചെയ്തു. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. അത്രേ ഉള്ളൂ. അല്ലാതെ അച്ഛന്റെ കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിന്നുവിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. അവര് സുഖമായിരിക്കുന്നു. ഉണ്ണിയായാലും അവന് നൈറ്റ് ആണ് ഇപ്പൊ വർക്ക്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആഹാരത്തിന്റെ ആയാലും ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവന്റെ വീട്, ബൈക്ക്, വീട്ടുകാരൊക്കെ ചെറിയ മിസ്സിംഗ് ആണ്. പ്രവാസിക്ക് TV ആവുമ്പോ പ്രശ്നമില്ല, 2 ആൾക്കും 1 മതി. അപ്പൊ ഇത് മൈക്കാണ്. പാട്ട് പാടുന്നുണ്ടോ? ചെവി വെക്കണ്ട. പാട്ട് പാടുതല്. പാട്ട് പാട്. ഐ ലവ് യു മമ്മി പാട്. മക്കള് പാട്. നന്ദു പാട്. ഏത് പാട്ട് വേണം? അമ്മ പാട്ടൊന്നും പറ, അച്ഛൻ പാടിത്തരാം. നന്ദു പാട്ട് പാട്. ചെവി വെക്കണ്ടല്ല, പാട്ട് പാട്. ഒരു വിപ്ലവമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളം. ഇപ്പൊ ഒരാളിനിപ്പോ നഴ്സറിയില്, പുതിയ നഴ്സറിയിൽ വിടുന്നു എന്നാണ് ചിന്നു പറയുന്നത്. എനിക്ക് തോന്നല്ല അവളിരിക്കുന്നത്. അവള് ഉളപ്പില്ല. അവൾക്ക് കുറച്ച് ലാണന കൂടി കൊടുത്തോണ്ട് ഇച്ചിരി അവള് ഭയങ്കര ഇതാണ്, വാശിയാണ്.
ക്ലാസ് നേരെ സ്കൂളിലാവും ജൂണിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോഴേ ഒരു ബ്രേക്ക് ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ചിന്നു വീട്ടിൽ പോകണം എന്ന് വാശി പിടിക്കുന്നത്. ഇനിയിപ്പോ നോക്കി ഇനി 2 മാസം കൂടുമ്പോ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചു. 2 മാസം കൂടുമ്പോഴാ? വർഷത്തില് 2 മാസം സ്കൂൾ പൂട്ടുക മാത്രം. കുറച്ച് 6 മാസം ഞാൻ നിൽക്കും. 6 മാസം കരയിലാണെങ്കിൽ 6 മാസം വെള്ളത്തിലായിരിക്കും. ഇനി അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ചിന്നുവിന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു കാലയളവിൽ ഇത്രയും ദൂരെ ആയിരുന്നിട്ട് പോലും നല്ല കുറെ സമയം വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് ചിന്നുവിന്റെ ചേച്ചിക്ക് പോലും പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക്. അവള് പിന്നെ അവളടുത്ത് പിന്നെ അതാണ് അടുത്ത്. അത് ആകെ 1.5 മണിക്കൂറോളം. ഇതെത്ര മണിക്കൂർ ഒരു ദിവസം വേണ്ടി? അവക്ക് എപ്പോ വേണമെങ്കിലും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാ പോവാ. അംബാനി ഉണ്ടല്ലോ, ലൂസിഫർ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ സ്കൂളിലൊക്കെ ആയി വെക്കേഷന് പോയി നിൽക്കാമല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പോവാം. ഞാൻ അവിടെ ചേർത്തിയാലോ ഇനിയാണൊരു റിയൽ ലൈഫിലോട്ടൊക്കെ ചിന്നു ആവാൻ പോകുന്നത്. ഞാനും ഇപ്പോഴേ അവളെ പഠിപ്പിക്കുമ്പോ തലവേദന എടുക്കും. അങ്ങനെയാണ് ഇനിയിപ്പം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ. ഇനി കുറച്ചുകൂടെ ഇനിയിപ്പോ അവരെ പഠിത്തം കാര്യങ്ങളൊക്കെ. എഴുതാനൊക്കെ ഭയങ്കര മടി അറിയാം, പക്ഷെ അവർക്ക് ഭയങ്കര മടിയാണ് എഴുതാനൊക്കെ. ഇനിയാണ് ദൂരം ഒരു കറക്റ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ പോണത് ചിന്നുവിന്. പിന്നെ കുഴപ്പമില്ല. എനിക്കങ്ങനെ രാവിലെ ട്രെയിനിൽ എറിയുന്ന യാത്രയാകുമ്പോൾ അടുത്ത് എന്താ വെച്ചാല് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാം, ഞാൻ ഇപ്പൊ ഒരു വർക്കൊക്കെ ആയിരുന്നെങ്കിൽ ലീവും കിട്ടൂല. ഒരു ദിവസം 2 ദിവസമൊക്കെ കിട്ടുള്ളൂ. നമുക്ക് പോണെങ്കിൽ പോയി വരാൻ തന്നെ 2 ദിവസം എടുക്കും. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവരിതൊക്കെ വെച്ചിട്ട് ഓക്കെ ആയിരുന്നു. ഏതായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ചിന്നു പോണെങ്കിൽ പോയിട്ട് ഞാൻ ഇപ്പൊ പോയാൽ ശരിയാവില്ല. വിശേഷങ്ങളൊക്കെ എന്നാ പോകുന്നുണ്ടെങ്കിൽ ചിന്നുന്റെ ചാനലിലൂടെ കാണാൻ പറ്റും. അല്ല, നമ്മുടെ ചാനലിലൂടെ കാണാൻ പറ്റും. ഇന്ന് എന്നെ കൊണ്ടുപോയ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ആ ഒരു ഇത് ആലോചിച്ചിട്ടാണ്. അതിനോട്ടില്ലെങ്കിൽ ഇവിടെ പിന്നെ നടക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഉത്സവത്തിന് പോവാം. പക്ഷെ അത് വീട്ടിലല്ലല്ലോ പോകുന്നത്, അവർ ഇങ്ങോട്ടല്ലേ വരുന്നത്. അവരെ കണ്ടാ പോയി. പിറ്റേന്ന് ആഴ്ചയല്ല അവളെ പിറന്നാളാണ് നന്ദോട്ട്. പക്ഷെ അത് പിന്നെയും ദൂരം കുറവാണ്. നീ ഒരു കാര്യം ചെയ്യാം, അവരുടെ അടുത്ത് തമിഴ്നാട്ടിലോട്ട് താമസം അവിടെ. പക്ഷേ ബൈക്കിലൊക്കെ പോകണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. നമുക്ക് കാറിൽ പോയേക്കാളും ഒരു എക്സ്പീരിയൻസ് ബൈക്കിൽ ഒന്ന് എനിക്ക് അവിടത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും അതുപോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയി നിൽക്കണമെന്നൊക്കെ എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചിന്നു വഴി ആണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് മിസ് ചെയ്യും. ഞാനും നമ്മുടെ വിഷ്ണു ഉണ്ട്, ജിമ്മന് ഇടയ്ക്ക് വിളിക്കുമ്പം പ്രാവശ്യം പോണാന്ന് ചോദിച്ചോണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒന്ന് ബൈക്കിൽ അവിടെ യാത്ര നൈസാണ്. പിന്നെ അവിടെ പോയിട്ടും ഒരു ഉൾനാടൻ പ്രദേശവും ഒരു നല്ലൊരു ഇതാണ്, നല്ല പീസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വലിയ ടൗൺ ഒന്നുമില്ല. അപ്പം ടൗൺ അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അവിടെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ പോണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു ലീവ് എടുത്താലും വലിയ റിസ്ക് ഇല്ല. നല്ല ഒരാഴ്ചത്തെ ഉത്സവമാണ്. അടുപ്പിച്ച് എന്തായാലും തീരുമാനം ഉണ്ടാക്കാം. തീരുമാനം നമ്മൾ യൂട്യൂബിൽ അറിയിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവരുടെ വിശേഷങ്ങൾ പറയുന്നില്ലേ? എന്ത് വിശേഷം? എല്ലാവരുടെ വിശേഷം. ഞാൻ വർക്കില്ല കേട്ടോ. അങ്ങനെയാണ് രാവിലെ വിളിച്ച് നമ്മളിങ്ങനെ കുറെ സമയത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാ ടൈം പിന്നെ വർക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ വന്ന് പിള്ളേരൊക്കെ ചെറിയ വർക്ക് കഴിഞ്ഞിരിക്കും. പിള്ളേരെ സ്കൂളിൽ പോയിട്ട് ട്യൂഷൻ ക്ലാസ്സിലാണ്. 7-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി കറക്റ്റ് തുടങ്ങിയില്ലേ ട്യൂഷൻ ക്ലാസ്? പിന്നെ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. പിന്നെ ചേച്ചിയുടെ ജോലിയുടെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ എല്ലാവരുടെ വിശേഷങ്ങളും പോകുന്നു. ഞാൻ പറഞ്ഞു നടന്നല്ല, എല്ലാവരും കൂടുതലൊന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ മെസ്സേജ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എല്ലാവരും വിശേഷമായല്ല. അങ്ങനെ പോണു. ഒരു
കറണ്ട് പോയി ഇപ്പൊ വരും. ആ ചേച്ചി ഓണാക്കാൻ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. എന്താ കറണ്ടും പെട്രോളും തമ്മിൽ കറണ്ടും പെട്രോളും തമ്മിൽ എന്താന്ന് കഴിഞ്ഞാൽ ഓ അങ്ങനെയാണ്. ഇത് കറണ്ടിനാണ് പ്രസ് ചെയ്യുമ്പം വരണ്ടേ പമ്പട് അതിന്റെ മോട്ടർ ഉണ്ടല്ലോ ജനറേറ്റർ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖം. ഇല്ലെങ്കിൽ നമുക്ക് പാടാണ്. നമ്മളൊരു വേറെ ഷോപ്പായിട്ട് നമ്മൾ ജനറേറ്റർ കൂടെ എടുക്കേണ്ടത് ഓണായി. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പമ്പൊന്ന് ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ പൈപ്പ് തുറക്കണ പോലെ പൈപ്പ് തുറക്കുന്ന അത് ടാങ്ക് മേളിലാണ് ഇരിക്കുന്നത്, ടാങ്ക് താഴെയാണ് ഇരിക്കുന്നത്. ഈ ടാങ്ക് ഇവിടെയാണ്. നമ്മളിവിടെ 4-5 ടാങ്ക്. ടാങ്ക് അതാണ് നമുക്ക് പമ്പിന്റേതായ 4-5 ടാങ്ക്, അതായത് ഡീസലിനും പെട്രോളിനും എല്ലാം കൂടെ. ലോറി അതായിരിക്കും. പിന്നെ പെട്രോളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യത്തിന് കിട്ടും. ചില്ലറ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കിട്ടും. ചില്ലറയും കിട്ടും, പെട്രോൾ ഇവിടെ തന്നെ മേടിച്ചാൽ അവരും ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടി അവര് ജ്യൂസ് കുടിക്കാനും മറ്റേ സോഡ കുടിക്കാനും എടുത്തത്. വേറെന്താ അങ്ങനെയൊക്കെ പോകുന്നു. നമുക്ക് പിന്നെ ഭയങ്കര തിരക്ക് കാരണം ഞാൻ അവിടെ അങ്ങനെ പോവാറില്ല. ചേട്ടനും അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കൂളായിട്ടിരിക്കുന്നു. അവിടെ മറ്റേ യൂണിഫോം വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനിയും അങ്ങനെ 10 വിഷയം എടുക്കാൻ വേണ്ടി, നമ്മളല്ല ചേട്ടൻ 10 വിഷയം എടുക്കാൻ വേണ്ടി വെക്കുന്നത്. ലാസ്റ്റ് വർക്ക് ഞാൻ ഇന്നലെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ നീ ഇതിലിട്ടിരുന്നത് നൈസ് വർക്ക്. മറ്റേ മായയ്ക്ക് ഒരു ഉടുപ്പ് അടിച്ചു കൊടുത്തു. സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. സമയമുള്ള ദിവസം എന്താ ചവളുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തെറ്റൊന്നും വീഡിയോ എടുക്കാം. പക്ഷെ അവക്ക് ഫോണോ കാർട്ടൂൺ എന്തെങ്കിലും വെച്ചു കൊടുത്തും വേണ്ടായിരിക്കും ഞാൻ അടിക്കാതിരിക്കുന്നത്. ഒരു ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. സറാറെ അങ്ങനെ എന്താണ് പാന്റിന്റെ പേര്. ഞാൻ അങ്ങനെ എന്തോ ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ അതുപോലെ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. നന്ദുമ്മയ്ക്ക് ഇന്നലെ ഇട്ടുണ്ട്, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാന്റ് സറാറ്. അങ്ങനെ അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അടിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടാറുള്ളൂ. എല്ലായിടത്തും ഓർഡർ ഞാൻ വേണം. അങ്ങനെയൊക്കെയാണ് നിലവിലെ വിശേഷങ്ങൾ. എങ്ങനെ പോണം. ഓക്കെ ശരി. പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം.